എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. UK-യിലെ 4 രാജ്യങ്ങളിൽ ഒന്നാണ് സ്കോട്ട്ലൻഡ്. സ്വതന്ത്ര രാജ്യമായ സ്കോട്ട്ലൻഡ് 1707 ബ്രിട്ടീഷ് രാജ്യത്തിൽ ചേർന്നിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ 6:30 ബസ് സ്റ്റേഷനിൽ എത്തിയത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് എഡിൻബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ റൂം 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും സമയം നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ടുണ്ട്. ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല. ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാണാൻ പറ്റും അങ്ങനെ നോക്കി പോവാമെന്ന് കരുതിയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബസ് സ്റ്റേഷനിലെത്തി, പുറത്തേക്ക് ഇറങ്ങി, പിന്നെ ഒരു കോഫിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ നമുക്ക് 3 ദിവസത്തെ സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് എല്ലാം സാവധാനത്തിൽ കാണാനുള്ള സമയം കിട്ടും. പൊതുവെ തണുപ്പ് കൂടിയ രാജ്യമാണ് സ്കോട്ട്ലൻഡ്. പോരാത്തതിന് വിൻ്റർ സമയവും. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മഴ നനഞ്ഞതുപോലെ കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് തെന്നലൊക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ മതി. ഞങ്ങളിപ്പം കോഫി ഷോപ്പിൻ്റെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്നൊരു കോഫിയൊക്കെ കഴിച്ചിട്ട് പിന്നെ കാണാൻ പോകുന്നത് കാൾട്ടൺ ഹില്ലാണ് കേട്ടോ. കാൾട്ടൺ ഹില്ലിനെ കുറിച്ച് ഗൂഗിളിലൊക്കെ നോക്കി. അപ്പോൾ അവിടെ നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സ്കോട്ട്ലൻഡിൽ വന്നാൽ, എഡിൻബറയിൽ വന്നാൽ കാണാൻ പോകേണ്ട ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് കാൾട്ടൺ ഹില്ലിലേക്കാണ്. കാൾട്ടൺ ഹില്ലിലേക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും സൂര്യനൊക്കെ ഉദിച്ച് നല്ല ഭംഗിയുള്ള പ്രകൃതിയൊക്കെ ആയി. നല്ല രസമായിരുന്നു കാണാൻ. ആ സമയം ഉദിച്ച് വരുന്ന സൂര്യൻ്റെ വെളിച്ചത്തിൽ ഹില്ല് താഴെ നിന്ന് തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. താഴെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് നെൽസൺ മോണിമെൻ്റ് ആണ്. ഇത് 1807-നും 1816-നും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സ്മാരകം. ഫ്രഞ്ച് സ്പാനിഷ് കപ്പലുകൾക്കെതിരെ നെൽസൺ നടത്തിയ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെയും അതേ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടതിൻ്റെയും സ്മരണയാണ് ഇത്. സ്മരണയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 30 മീറ്റർ ഉയരമുണ്ട് ഈ നെൽസൺ മോണിമെൻറ്റിന്. ഈ കാണുന്നത് മറ്റൊരു മോണിമെൻ്റ് ആണ്. നാഷണൽ മോണിമെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. 1803-നും 1815-നും ഇടയിൽ നടന്ന നെപ്പോളിയൻ വാറിൽ വീരമൃത്യു വരിച്ച സ്കോട്ടിഷ് സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ നൂറ്റാണ്ടിലെയും ലാൻഡ്സ്കേപ്പിനെ കുറിച്ചൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. സൂര്യപ്രകാശം വന്നപ്പോൾ ഫോഗ് കുറയുന്നുണ്ട്, എന്നാലും വീഡിയോ ഡിമ്മായിട്ട് കാണുന്നു. എഡിൻബ്രയിലെ ബെസ്റ്റ് വ്യൂവിലൊന്നാണ് കേട്ടോ ഈ കാൾട്ടൺ ഹിൽ എന്ന് പറയുന്നത്. $340 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനിക് ഇറപ്ഷൻ മൂലം ഉണ്ടായതാണ് ഈ കാൾട്ടൺ ഹിൽ എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ലാവ ഒഴുകുന്നതും അങ്ങനെ എന്തൊക്കെ ഉണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സൈഡിൽ നല്ല ഹൈറ്റിൽ എന്തോ ഒരു തരം പുല്ല്, നല്ല ഭംഗിയുള്ളൊരു പുല്ല്, അത് കാട് പോലെയുണ്ട്. ഞങ്ങൾ അതിനകത്തേക്കൊക്കെ കയറിപ്പോയി. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം മലയുടെ മുകളിലാണ്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലേക്ക് നന്നായി നോക്കണം. നാഷണൽ മോണിമെൻറ്റിൻ്റെ അവിടെയാണ് ഫോട്ടോ എടുക്കാനുള്ള തിരക്ക്. അവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഈ ട്രിപ്പ് ക്യാൻസൽ ആവേണ്ടതായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലിക്സ് ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് മെയിൽ വന്നത് അവരുടെ ബസ് ക്യാൻസലായി എന്നുള്ളത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നാഷണൽ എക്സ്പ്രസ്സിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി, സീറ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ ഹില്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കാനും ഓപ്പോസിറ്റ് സൈഡിലുള്ള സീ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പോരാത്തതിന് ആ പൊൻവെയിലിൻ്റെ തിളക്കം കൂടി ആകുമ്പോണ്ടല്ലോ ആരായാലും വൗ പറയും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇവിടെയാണ് ആകാശവും കടലും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവാതിരിക്കുക. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പം അത് കടലാണോ എന്നും സംശയം തോന്നും. എന്തായാലും അത് സീ തന്നെയാണ്.
ഈ നാഷണൽ മോണുമെന്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ് എല്ലാവരുടെയും പണി കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, അതിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. കുട്ടികൾ രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറി ആ കുട്ടി താഴെ നിന്ന് ഫോട്ടോ എടുത്തേ ഉള്ളൂ. മറുവശത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഫേസിലേക്ക് ലൈറ്റൊക്കെ വരുന്നത്. ഇത് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എന്തായാലും ഒരാൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ മറ്റൊരാൾക്ക് കയറാൻ പറ്റുള്ളൂ, അത്രയും ഹൈറ്റ് ഉണ്ട് അവിടെ. അങ്ങനെ ഈ ഫോട്ടോ എടുപ്പോട് കൂടി ഞങ്ങൾ കാൾട്ടൺ ഹില്ലിനോട് യാത്ര പറഞ്ഞു, താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കോഫി കഴിക്കാനാണ്. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ആ സമയമായപ്പോഴേക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ കോഫിയും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വീണ്ടും ഇറങ്ങി. നടന്നു പോകുമ്പോൾ നല്ല നല്ല ബിൽഡിങ്ങുകളും നല്ല ഷോപ്പുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. എന്തായാലും ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എഡിൻബ്രോ. കാരണം ഇവിടെ പഴയ ബിൽഡിങ്ങുകൾ, അങ്ങനെ പണ്ടത്തെ കാലത്തെ കുറേ ഓർമ്മകളും കാര്യങ്ങളും, അവരുടെ കിരീടം ചെങ്കോലൊക്കെ വെച്ചിട്ടുള്ള കാസിൽ, അങ്ങനെ മ്യൂസിയം ഒത്തിരി ഉണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ സ്കോട്ട്ലൻഡിൻ്റെ ഭംഗിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതൊക്കെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല, കാരണം വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇവിടെ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ പച്ചപ്പും ഹരിതാഭയും ഇപ്പോൾ കുറയുമല്ലോ, മരങ്ങളൊക്കെ ഇല പൊഴിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾ കയറിയിട്ടുള്ളത് ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരാച്ചാരുടെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. തണുപ്പത്ത് കുറച്ച് നേരം നടക്കുമ്പോൾ നമുക്ക് കോഫിയൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. ഇത് മ്യൂസിയത്തിനകത്തുള്ള ടീ ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കോഫിയും ടീയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോഫി ഭയങ്കര കയ്പ്പായിരുന്നു, ടീയും കൊള്ളൂലായിരുന്നു. അതൊക്കെ ഇവിടുത്തുകാരുടെ ടേസ്റ്റുള്ള, അങ്ങനത്തെ അവർക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. നമ്മൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് വാങ്ങിക്കുമ്പോഴും അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കാം. പിന്നെ മ്യൂസിയത്തിനകത്ത് നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂറേ നടന്നുള്ളൂ. ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇനിയും കവർ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് കരുതി. 1500-ലെയൊക്കെ ആഭരണമാണ് കേട്ടോ, അന്നത്തെ ക്യൂനിൻ്റെ ആഭരണമാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. കാൾട്ടൺ ഹില്ലും മ്യൂസിയവും കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് സമയം ടൗണിലൂടെ ഒക്കെ നടന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 2 സൈഡിലുള്ള ബിൽഡിങ്ങുകളും അങ്ങനെ നല്ല വ്യൂ ആണ്, അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതൊരു വീട് പോലെയാണ് തോന്നുന്നത്. വീട് റിനോവേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതായിരിക്കാം. അപ്പോൾ കുട്ടികൾ നേരെ റൂമിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ പതുക്കെ കയറി പോവാണ്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമാണ് കിട്ടിയത്. ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചെറിയ ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. റിസപ്ഷനിലൊന്നും ആരും ഉണ്ടാവില്ല, എല്ലാം ഓൺലൈനിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ കീന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. പിന്നെ ലോക്ക് നമ്പറുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വാട്സപ്പ് മെസ്സേജുകളായിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പോൾ എന്തായാലും നമുക്കിനി റൂമിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. റൂമിൽ കയറിയ പാടെ തന്നെ ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്കാണ് നോക്കിയത്. നല്ല വ്യൂ ആണ്. ഇത് ഞാൻ ഗ്ലാസ്സിനകത്ത് കൂടെ വീഡിയോ എടുത്തതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. 2 ബെഡുണ്ട്. പിന്നെ കോഫി മേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. TV, ഫാന്, ഹീറ്റർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. ഇവിടെയൊന്നും ആരും കാണില്ല എന്ന് മാത്രം. നമ്മൾ നാട്ടിലൊക്കെ റൂം എടുക്കുമ്പോൾ ഒരു റൂം ബോയ് നമ്മുടെ കൂടെ വരും, റൂമിലാക്കും, എന്താ വേണ്ട ചോദിക്കും, ഒന്നുമില്ല.
അങ്ങനത്തെ യാതൊരു സെറ്റപ്പും ഇല്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫോണിൽ മെസ്സേജ് അയക്കാം. അത്രമാത്രം. അപ്പൊ നമുക്ക് ബാത്റൂമും കൂടി ഒന്ന് കാണാം. വളരെ ചെറിയ ബാത്റൂമാണ്. കുളിക്കാനുള്ള സെക്ഷൻ വേറെ ആയിട്ടുണ്ട് ട്ടോ. എനിക്കെന്തായാലും റൂം നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി. പിന്നെ നാളെ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കാർപ്പറ്റിൽ തന്നെ ഇരുന്നുകൊണ്ട് കഴിച്ചു. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇടയിൽ ഓരോ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മുടെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചത് എന്നാലും നല്ലൊരു മീലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചു. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ റൊട്ടിയും പിന്നെ എന്തോ അൽഫാം ചിക്കനോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിറ്റേന്ന് നേരം പുലർന്നു. രാവിലത്തെ വ്യൂ കണ്ടോ? ഫുൾ ഐസാണ് കേട്ടോ. എങ്കിലും സൂര്യനുണ്ട്. അതാണ് ഒരു ആശ്വാസം. സൂര്യനെ അവിടെ കണ്ടാൽ മതി. തണുപ്പുണ്ടെങ്കിലും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇന്നത്തെ ദിവസം ഓക്കെ ആണെന്ന് മനസ്സിലാവും. നമ്മളൊരു ട്രിപ്പൊക്കെ വരുമ്പോൾ ഫുള്ള് മഴയും ഐസൊക്കെ ആണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് നടക്കില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് വൺ ഡേ ട്രിപ്പിനുള്ള ഒരു ഫുൾ ഡേക്കുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബസ്സിന്. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഏത് ബസ്സിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം. ബസ് മാത്രമല്ല നമുക്ക് ട്രാമിലും സഞ്ചരിക്കാം. അപ്പോൾ ബസ് ടിക്കറ്റ് വൺ ഡേക്ക് എടുത്താൽ മതി. ഇപ്പം ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തു നിന്ന് വന്ന് നെക്സ്റ്റ് ബസ്സിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതായി വരുന്നതാണ് നമ്മുടെ ബസ്. ബസ്സിൽ മുകളിൽ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റ് മാറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ യാച്ച് ബ്രിട്ടാനിയാണ്. അത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചാനലിൽ കയറി നോക്കുക. എൻ്റെ ശബ്ദം ഒട്ടും ശരിയല്ല. എനിക്ക് നല്ല കോൾഡും പനിയും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഇവിടെ ഇറങ്ങിയപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും ബസ്സും കാറുകളും, നടുവിലൂടെ ട്രാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാം പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതിലും യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്തായാലും പറ്റും. നമ്മളിപ്പോൾ റോയൽ യാച്ച് ബ്രിട്ടാനിയ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.